സാധാരണ പോകൻ ഇമാതിരിയുള്ള വർത്തമാനങ്ങൾക്കൊന്നും നിൽക്കാറില്ലാത്തതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരു പ്രതികരണ തൊഴിലാളി എന്ന നിലയിൽ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരൻ എന്ന നിലയിൽ, സഹജീവി സ്നേഹമുള്ള ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇങ്ങനെ ഒരു 2 വാക്ക് പറയാതെ ഇന്നേ ദിവസം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംസാരത്തിനായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണടയാണ്. എനിക്ക് വെള്ളെഴുത്തുണ്ട്. സ്വാഭാവികമായിട്ടും കണ്ണട ഇല്ലാതെ കാര്യം പറയാൻ പറ്റില്ല. അല്ല, കാര്യം പറയാൻ കണ്ണട വേണ്ട, പക്ഷേ എനിക്ക് ഒരു കാര്യം വായിച്ച് കേൾപ്പിക്കണം. അതായത് നമുക്കറിയാം, ലോക ചാമ്പ്യനായിട്ട് നമ്മുടെ ഡി ഗുഗേഷ് എന്ന് പറയുന്ന 18-കാരൻ ലോക ചെസ് ചാമ്പ്യനായ കാര്യം നമ്മൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഭസ്മക്കുറി ആഘോഷിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആഘോഷിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഹൈന്ദവത ആഘോഷിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഭാരതീയത ആഘോഷിക്കപ്പെട്ടു. അങ്ങനെ എല്ലാ നിലയിലും അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രായക്കുറവ് ആഘോഷിക്കപ്പെട്ടു. നല്ലതാണ്, കാരണം ലോക ചെസ് ചാമ്പ്യനായത് ഇന്ത്യക്കാരനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പല നിലയിൽ ആൾക്കാർ ആഘോഷിക്കും. ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ ആഘോഷിച്ച ഒരു ഡോക്ടറെ കുറിച്ചാണ്. ജാസർ ഷാഹുൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സർക്കാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ. അത് എൻ്റെ കണ്ണിൽ പെട്ടത് ഇപ്പോഴാണ്. 8 മണിക്കൂർ മുന്നെയാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഉള്ളടക്കം ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചു പോകാം. അതായത് ജാസർ ഷാഹുൽ പറയുന്ന ഇതാണ്: ചെസ് എന്ന സാമൂഹിക വിപത്തിനെ ഇസ്ലാം എന്നേ തിരിച്ചറിഞ്ഞു. എല്ലാവരും ഗുഗേഷിന്റെയും ഇന്ത്യയുടെയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ്. തലങ്ങും വിലങ്ങും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുടെയും ഇടയിലും തിരക്കിലും എല്ലാം സമ്മതിച്ചു. പക്ഷേ ഇനി എന്ത്? അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടോ? മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ചെസ് കളിച്ചതുകൊണ്ട് ഇളവുകൾ ലഭിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. പകരം അള്ളാഹുവിന്റെ കോപം നേരിടേണ്ടി വരികയും ചെയ്യും. ഇസ്ലാം വളരെയധികം വിമർശനാത്മക രീതിയിലാണ് ചെസ്സിനെ നോക്കിക്കാണുന്നത്. ഒരിക്കൽ ഖലീഫ അലി ചെസ് കളിക്കുന്ന ചിലരെ കണ്ടപ്പോൾ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പലതും പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അള്ളാഹു എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ജാസർ ഷാഹുൽ. മുസ്ലിം ഡോക്ടർ, ലെഫ്റ്റിസ്റ്റ്, റീഡർ, റൈറ്റർ, ഹിസ്റ്ററി ബഫ്. ഇങ്ങനെയാണ് അദ്ദേഹത്തെ തന്നെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് മുസ്ലിമാണെന്നാണ്, പിന്നീട് ഡോക്ടറാണെന്ന്, പിന്നീട് ലെഫ്റ്റിസ്റ്റ് ആണെന്നാണ്. ബാക്കി ഞാൻ വിട്ടേക്കാം. ഈ 3 കാര്യങ്ങൾ ആലോചിക്കുക. ഇദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് ആണെന്ന് മൂന്നാമത് പറയുന്നുണ്ട്. ഇദ്ദേഹം ശരിക്കും ലെഫ്റ്റിസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം ഒരു ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുസ്ലിം എന്ന് വെക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വിഷാംശം കലർന്നു. കാരണം ഒരു ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മതം പ്രഖ്യാപിക്കില്ല. അപ്പോൾ ഇവിടെ ആദ്യം മുസ്ലിം എന്ന് വെച്ചിരിക്കുന്നത് തന്നെ പുള്ളി ഒരു പരിഹാസ ബുദ്ധിയോടുകൂടി ആ മതത്തെ സമീപിച്ചിരിക്കുന്നത്. അതായത് പുള്ളിയുടെ പേരിൽ മാത്രമേ മതമുള്ളൂ. അദ്ദേഹം പരിപൂർണമായിട്ടും നാസ്തികനാണ്. കൂടാതെ ഇടതുബുദ്ധിയുള്ള ഒരു മനുഷ്യനുമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിനകത്ത് സർക്കാസമില്ല, ഉള്ളത് വലിയ നിലയിലുള്ള വിഷമാണ്. പല സംഘി ഗ്രൂപ്പുകളിലും എന്നുവെച്ചാൽ ഈ ഔട്ട്സ്പോക്കൺ പോലുള്ള അവരുടെ ട്രോൾ പേജുകളിലൊക്കെ ഇത് ആഘോഷിക്കുന്നത് കണ്ടു. പല സംഘി നാമധാരികളും ഹൈന്ദവ നാമധാരികളും അതുപോലെ തന്നെ സംഘികൾ, പ്രഖ്യാപിത സംഘികളുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് വെച്ചുകൊണ്ട് ആ സമുദായത്തെ, ആ ഒരു മതവിശ്വാസികളെ ശരിക്കും പറഞ്ഞാൽ അധിക്ഷേപിക്കുന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊണ്ടുപോകുന്നത് പോങ്ങൻ കണ്ടു. സർക്കാസമാണെന്ന് മനസ്സിലാവാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ സംഘികളോട് പോങ്ങൻ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് സർക്കാസം പോലുമല്ല, ഇത് വലിയ വിഷമാണ്. ഇതിൽ നിങ്ങൾ പോയി കുത്തുമ്പോൾ നിങ്ങളും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അപകടം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൂരത, നന്മയില്ലായ്മ. നിങ്ങളൊരു ഹൈന്ദവ സുഡാപ്പികളാണെന്ന് പോങ്ങനെ പോലുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമാണത്. കാരണം ഇത് സർക്കാസം പോലുമല്ല. സർക്കാസം പരമാവധി പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ്. സർക്കാസം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ നമ്മളുടെ പല വീഡിയോകളിലും ഉപയോഗിച്ച് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് നന്നായിട്ട് അറിയാം സർക്കാസം ശീലമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. നല്ല രീതിയിൽ നമ്മൾ തമാശ പറയാൻ ശ്രമിച്ചാൽ തമാശിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള പ്രാപ്തിയില്ലാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ എന്ന് പറയുന്ന, മുസ്ലിം എന്ന് പറയുന്ന, ഡോക്ടർ എന്ന് പറയുന്ന, ലെഫ്റ്റിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തി, ഇദ്ദേഹം ഒരു മുസ്ലിം നാമധാരി മാത്രമാണ്. ഇദ്ദേഹത്തിന് മുസ്ലിം സമുദായവുമായിട്ട്, ആ മതവുമായിട്ട് ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും ഒരു സ്നേഹബന്ധമോ ആത്മാർത്ഥതയോ ഒന്നുമില്ല. ശരിക്കും ഇടതുബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും ഞാൻ മുസ്ലിമാണെന്നോ ഹിന്ദുവാണെന്നോ ക്രിസ്ത്യനാണെന്നോ പറയാനുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ലെഫ്റ്റിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പരിപൂർണമായിട്ടും സർക്കാസത്തിന്റെ മറവിൽ കുത്തുന്ന ഒരു വിഷം. ഇതിനകത്ത് ഒരു തരി പോലും തമാശയില്ല. സർക്കാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് വേണ്ടുന്ന നർമ്മമുണ്ട്. ആ നർമ്മം ഇതിനകത്തില്ല. ഇതിനകത്ത്
അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് വിഷം മാത്രമാണ്, വെറുപ്പ് മാത്രമാണ്, വിദ്വേഷം മാത്രമാണ്. അത് ചെന്ന് കൊത്തുന്ന സംഘികളും അതിനകത്ത് പെടും. തീർച്ചയായിട്ടും ഇദ്ദേഹം മുസ്ലിം നാമധാരിയായിക്കൊണ്ട് ഈ പണി ചെയ്യുന്നത് അങ്ങേയറ്റം വൃത്തികേട് തന്നെയാണ്. അതൊരു ഇടത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ആവാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന നാസ്തിക ബുദ്ധിയുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യാൻ പാടില്ല. നാസ്തികനാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതര മതസ്ഥരെ എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? നമ്മുടെ നാട്ടിലെ നാസ്തികരുടെ മുഴുവൻ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മതവിശ്വാസികളോട് പരിഹാസമാണ്. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും മാത്രമാണ് ശരിയെന്ന് പറയുന്ന, അത് എത്ര ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു മനുഷ്യനല്ലേ, നമ്മുടെ തലയ്ക്കകത്തല്ലേ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്തും പറയാം, ഏതിനോടും വിയോജന ബുദ്ധിയോടുകൂടി തന്നെ പെരുമാറുകയും പറയുകയും ഒക്കെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഈ നാട്ടിലുണ്ട്. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് എത്രയോ കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പാവപ്പെട്ട മനുഷ്യരാണ്, നിരാലംബരാണ്, നിസ്സഹായരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ദൈവം എന്ന് പറയുന്ന ഒരു വലിയ അത്താണിയാണ്. ദൈവമില്ല എന്ന് പറയുമ്പോൾ ഒരു നാസ്തികന് ലഭിക്കുന്ന ആനന്ദം അല്ലെങ്കിൽ ഒരു ബലം അത് തന്നെയാണ് ദൈവമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും. അവരൊക്കെ അവരുടെ ദൈവത്തോടൊപ്പം ജീവിച്ചു പൊയ്ക്കോട്ടെ. പ്രാർത്ഥനകളും വഴിപാടുകളും വിശ്വാസങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി പൊയ്ക്കോട്ടെ. എന്തിനാണ് നാസ്തികർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? എന്ത് കാര്യത്തിനാണ്? എനിക്ക് നല്ല നാസ്തിക ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. നല്ലൊരു ഇടത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും ചേർന്ന് നിന്നു പോകാൻ പറ്റുന്നത്. സത്യമായിട്ടും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ സർക്കാസത്തിന്റെ മറവിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വിഷമാണ് കുത്തുന്നത്. ഇത് ആഘോഷിക്കുന്ന സംഖ്യകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് അപരാധമാണ്. നിങ്ങൾ ഹൈന്ദവ സുഡാപ്പിമാരായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഈ നിലയിൽ ആഘോഷിക്കുന്നത്. ഞാൻ സുഡാപ്പികൾക്കെതിരെയൊക്കെ ധാരാളമായിട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. സുഡാപ്പികളെ എതിർക്കുന്നത് കരുതിക്കൂട്ടി തന്നെയാണ്. പക്ഷേ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിലല്ല പരിഹസിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത്. പകരം അവരുടെ മതവിശ്വാസം ഈ രാജ്യത്തിന് അപകടമാകുന്ന നിലയിലേക്ക് മാറുന്നത് കൊണ്ട് മാത്രമാണ് അവരെ വിമർശിക്കുന്നത്. അവർക്ക് ദേശസ്നേഹം ഇല്ലാത്തത് ഈ രാജ്യത്തോടുള്ള വെറുപ്പ് കൊണ്ടും അല്ലാന്ന് എനിക്കറിയാം. അതിന് അവരുടെ ആഴത്തിലുള്ള ഒരു ആത്മാർത്ഥതയാണ്, മതത്തോടുള്ള അമിതമായിട്ടുള്ള ആത്മാർത്ഥത കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രം അത്തരം മതസ്ഥരോട്, അത്തരം മതവിശ്വാസികളോട് എനിക്കൊരല്പം എതിർപ്പുണ്ട്. സ്വാതന്ത്ര്യത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സ്വതന്ത്രനായിട്ട് എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഭൂമിയിലെ ഒരു പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തിന്റെ അതിരാണ് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം ഈ രാജ്യം നല്ല സാമൂഹ്യ ആരോഗ്യത്തോടു കൂടി നിലനിന്ന് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ദേശത്തോട് ഇത്രമാത്രം സ്നേഹം വരുന്നത്. അപ്പോൾ എൻ്റെ സ്വാർത്ഥതയാണ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കണമെന്ന് പറയുന്ന എൻ്റെ മോഹം കൊണ്ടാണ് എനിക്ക് ഈ രാജ്യത്തോട് സ്നേഹം ഉണ്ടാവുന്നത്. അതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധി. ഈ ഒരു ബുദ്ധി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ രാജ്യസ്നേഹം അങ്ങനെ നിരന്തരം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘികളോടുള്ള എൻ്റെ ഈ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു അടുപ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല അവരെ പിന്താങ്ങുന്നു എന്നുള്ളത് കൊണ്ടുമല്ല. പകരം നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ മഹാരാജ്യത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന എന്തുമാത്രം പാർട്ടികളുണ്ട്, നേതാക്കളുണ്ട്, അണികളുണ്ട്, അനുഭാവികളുണ്ട്. എത്ര പേര് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇവരിൽ ഏറ്റവും ആത്മാർത്ഥത ഈ രാജ്യത്തോടുള്ള ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് BJP ആയിരിക്കും. സ്വാഭാവികമായിട്ടും അതിനകത്ത് തന്നെ ഈ RSS എന്ന് പറയുന്ന സംഘികളെന്ന് കളിയാക്കിയോ മറ്റോ ഒക്കെ വിളിക്കുന്ന സംഘപരിവാരങ്ങൾക്കാണ് കുറേയെങ്കിലും ഈ രാജ്യത്തോട് കൂറുള്ളതെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും എനിക്ക് സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാനും ഈ RSS പോലുള്ള രാജ്യസ്നേഹികൾ ഈ രാജ്യത്ത് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മതഭ്രാന്ത് കൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ പോലും ഇത് RSSകാർ അല്ലെങ്കിൽ സംഘപരിവാർകാർ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഹൈന്ദവ നാമധാരികളാവട്ടെ, ഏത് വ്യക്തി ഇത് ചെയ്യുമ്പോഴും അവൻ്റെ പേരിൽ ഈ ഹൈന്ദവനാമം കിടക്കുന്നതോടുകൂടി അവൻ സംഘിയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സംഘികൾ എന്ന് പറഞ്ഞ് നമുക്ക് പൊതുവായിട്ട് ഇതിനെ പറയാം. സംഘികളാണ് ഇത് ആഘോഷിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു മുസ്ലിം നാമധാരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് വർഗീയതയാന്നേ. അത് ഹൈന്ദവ സുഡാപ്പിസമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ചെയ്യരുത്. കാരണം ഇതിനകത്ത് സർക്കാസമില്ല, നർമ്മമില്ല, ഉള്ളത് വിഷം മാത്രമാണ്. അത് നർമ്മം കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല ഈ ഡോക്ടർ ഇത് പറയുന്നത്. കാരണം ലെഫ്റ്റിസ്റ്റ് എന്ന് വെക്കുന്നതിന് മുന്നേ ഡോക്ടറിൻ്റെയും ലെഫ്റ്റിസ്റ്റിൻ്റെ മുന്നിൽ മുസ്ലിം എന്ന് വെച്ചതാണ് സർക്കാസം. അത് സർക്കാസമാണ്. അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അധിക്ഷേപം നടത്തില്ല ആ സമുദായത്തിനെതിരെ. ഞാൻ വിചാരിച്ച ഹിന്ദുക്കൾക്കകത്ത് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വൃത്തികെട്ട ആൾക്കാരെന്നുള്ളത്. അല്ല, എല്ലാത്തിലും ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഡോക്ടർ എന്നെ സഹായിച്ചത്. ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമാശ എന്താണ്, നല്ല തമാശ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. ഇത് വളിപ്പാണ്, വിഷം നിറഞ്ഞ വളിപ്പ്, അത്രേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ദയവായിട്ട്
ഒരു മനുഷ്യരും, അത് ഹൈന്ദവനാമധാരി എന്നല്ല, ഒരു മനുഷ്യനും തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. എത്രയോ സാധാരണക്കാരായിട്ടുള്ള മതവിശ്വാസികളുണ്ട്, 5 നേരം നിസ്കരിക്കുകയും പടച്ചവനെ ഓർത്ത് ജീവിക്കുകയും ചെയ്യുന്ന, മറ്റ് ഇതര മതവിരോധങ്ങളൊന്നുമില്ലാത്ത, ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു, മതശാസ്ത്രങ്ങൾ പലതും ആചരിക്കേണ്ടി വരുന്നു, അനുഷ്ഠിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു മുസൽമാനായി കൃത്യമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതശാസ്ത്രങ്ങൾ ആകാവുന്നത്ര അനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു പൗരനായിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എത്രയോ മുസൽമാന്മാരുണ്ട്. അവർക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പരിഹാസം പോയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു വിചാരം ആ മുസ്ലിം നാമത്തിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിസം എന്ന് പറയുന്ന സംഗതി തലയ്ക്ക് ഇടത് ബുദ്ധി കാരണമാണ് ഇത്രയും വിഷം ഈ സമൂഹത്തിലേക്ക് വമിപ്പിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഹൈന്ദവനാമധാരികളായിട്ടുള്ള ആളുകൾക്കും സംഘികൾക്കും, വിശേഷിച്ചും സംഘികൾക്കും, നിങ്ങൾ കുറെ കൂടി സർക്കാസം എന്താണെന്നുള്ളത് തിരിച്ചറിയാനും സർക്കാസത്തെ കുറച്ചുകൂടി ഒരു നല്ല സമ്പ്രദായമായി കൂടെ കൂട്ടാനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സർക്കാസത്തെ ഉപയോഗിക്കാനും ഒക്കെ അതിൻ്റെ സാധ്യതകളൊക്കെ തേടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലുള്ള മണ്ടത്തരങ്ങളിൽ ചെന്നുപെട്ടിട്ട് ഈ സർക്കാസത്തിൻ്റെ അതായത് ഒരു ഇടതുബുദ്ധിയുള്ള ഒരു തൻ്റെ സർക്കാസത്തിൽ കടിച്ചു കുടഞ്ഞ് അദ്ദേഹത്തിൻ്റെ മതനാമത്തിൽ മാത്രം ആകൃഷ്ടനായി ഇത് മതത്തിനെതിരെ അല്ലെങ്കിൽ ഈ മതസ്ഥരുടെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് അതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോവുക, അതിനെ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒട്ടും നല്ല രീതിയല്ല എന്ന് പറയുന്ന ഒരു ചിന്ത ഞാൻ എൻ്റെ സഹപോങ്ങന്മാർക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുകയാണ്. കുറഞ്ഞപക്ഷം സഹപോങ്ങന്മാരെങ്കിലും, എൻ്റെ സഹപോങ്ങന്മാരെങ്കിലും തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇതൊരു മുസൽമാൻ പറഞ്ഞതല്ല. തീർച്ചയായിട്ടും അവരുടെ മതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനത് മതത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടൊന്നുള്ള ഒരാളല്ല. എങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും കരുതിക്കൂട്ടിയുള്ള ഒരു അധിക്ഷേപമാണ്. ദയവായിട്ട് നിങ്ങൾ ഇത്തരം രീതിയിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടും സമാധാനവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന് സഹായം ചെയ്യുന്ന കാര്യമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. എനിക്ക് മനസ്സിലാവാതെ പോകുന്നു, ഈ നാസ്തികരെന്തിനാണ് ഈ ദൈവകാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അവരെ ട്രോളിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. എനിക്ക് അക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന യുക്തിവാദികളോടും നാസ്തികരോടുമൊക്കെ ഒരു വിയോജിപ്പുള്ളൂ. ഒരു നാസ്തികൻ എങ്ങനെയാണോ ദൈവവിശ്വാസി അല്ലാതിരിക്കുന്നത് അതുപോലെ തന്നെ വിശ്വസിക്കാനുള്ള അവകാശവും ആളുകൾക്കുണ്ടല്ലോ. അവരെ എന്തിനാ പരിഹസിക്കാൻ പോണേ? അവരെ എന്തിനാ ചൊറിയാൻ പോകുന്നേ? അവരെ പാട്ടിന് വിടുക. അവർ ജീവിക്കട്ടെ, ജപിക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, വിശ്വസിക്കട്ടെ, ആചരിക്കട്ടെ, അനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിച്ചോട്ടെ. എന്താ കുഴപ്പമിരിക്കുന്നത്? അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്തടത്തോളം കാലം എന്ത് കുഴപ്പമിരിക്കുന്നത്? ഇതിനൊക്കെ വെറുതെ വിട്ടുകളയുന്നേ. ഇവനും അങ്ങനെ ഒരു കണാപ്പനാണ് ഈ പറയുന്ന ഡോക്ടർ. തമാശ അറിയത്തില്ല, നർമ്മബുദ്ധിയില്ല, ലെഫ്റ്റിസ്റ്റ് ആയതുകൊണ്ടാ. എന്ത് ചെയ്യാൻ പറ്റും? നിർത്തിക്കോട്ടെ.